മൈനാഗപ്പള്ളിയിൽ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശാസ്താംകോട്ട കോടതിയാണ് ജാമ്യം നിരസിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ നാളെ വാദം കേൾക്കുന്നതായിരിക്കും. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ഈ ക്രൂരമായ സംഭവത്തിൽ കോടതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടായത്? വിവരങ്ങൾ, നാളത്തെ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? ഇന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത്. കോടതി പരിഗണിച്ചപ്പോൾ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി 2 ശ്രീകുട്ടിക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ അപകടത്തിൽ മരിച്ച കുഞ്ഞുമോളുടെ ഭർത്താവ് നൌഷാദും കോടതിയെ സമീപിച്ചിരുന്നു. ശ്രീകുട്ടി നടത്തിയത് കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചനയാണ്. ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രീകുട്ടി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു നൌഷാദിന്റെ വാദം. ആ വാദം കോടതി അംഗീകരിച്ചു. ഒപ്പം തന്നെ ഇവരെ ഈ 2 പ്രതികളെ, അജ്മലിനെയും ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ ശാസ്താംകോട്ട പോലീസ് ഇന്ന് ശാസ്താംകോട്ട കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. ഈ 2 പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും. അതിന് ശേഷമായിരിക്കും ഇവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിടണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഒപ്പം തന്നെ 3 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വിടണം എന്നുള്ളൊരു ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. കാരണം ഈ സ്ഥലത്തെത്തി, സംഭവ സ്ഥലത്തെത്തി ഇവരെ തെളിവെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പണ ഇടപാടുകൾ ഒക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ എത്ര കാലമായി ഇവർ ഈ ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. നാളെ ഈ കേസ്, കസ്റ്റഡി അപേക്ഷയുടെ കേസ് നാളെ ശാസ്താംകോട്ട കോടതി പരിഗണിക്കും.